ദളപതി ജോസഫ് വിജയ് ചന്ദ്രശേഖർ അബ്രപാളിയിലിരുന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച് അതേ മാസ് ഡയലോഗുകളുമായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. സിനിമയിൽ നിന്ന് അദ്ദേഹം റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കുമടക്കം വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ, അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്തമായ പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയം പോലും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ കണ്ടു അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ. എത്ര മനോഹരമായാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ സത്യപ്രതിജ്ഞയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ ഏറ്റവും ഹൈലൈറ്റായി നമുക്ക് തോന്നുന്നത്, ഞാൻ ഒരു രൂപ പോലും അഴിമതി നടത്തില്ല, മാത്രമല്ല എൻ്റെ കൂടെയുള്ളവർ ഒരു രൂപ പോലും അഴിമതി നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ ഉടനടി തന്നെ ശക്തമായ രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്ന ധീരമായ ഒരു പ്രഖ്യാപനം. ഇത് മുമ്പെങ്ങും നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിൽ മാസ് ഡയലോഗുകളുമായി, സിനിമയിൽ അദ്ദേഹം മാസ് ഡയലോഗ് അടിക്കുന്ന അതേപോലെ തന്നെ റിയൽ ജീവിതത്തിലും ജനലക്ഷങ്ങളുടെ കയ്യടിയാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. എക്കാലവും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം കൊണ്ട് മതേതര ജനതയുടെ മനസ്സാക്ഷിയിൽ അംഗീകാരം നേടിയ വിജയൻ. ഒരുപക്ഷെ ഒരുപാട് താരങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ തന്നെ കേന്ദ്രത്തിലടക്കം ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിട്ട് പോലും രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ മാത്രമാണ് അദ്ദേഹം ചീഫ് ഗസ്റ്റായിക്കൊണ്ട് ആ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് എന്നതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു നിലപാടാണ് നമ്മൾ കണ്ടത്. BJPക്കെതിരെ യാതൊരു തരത്തിലുള്ള ഒളിയും മറയും കൂടാതെ തന്നെ പക്വമായ നിലപാടുകളുമായി എക്കാലവും നിറഞ്ഞു നിന്നിരുന്ന, ആ സിനിമാ ജീവിതത്തിൽ പോലും ഈ ഒരു നിലപാടുമായി മുന്നോട്ട് പോയിരുന്ന ഇത്തരത്തിലുള്ള ജോസഫ് വിജയെ പോലെയുള്ള നേതാക്കളെയാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. ഈ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പുതിയ ചിന്തകളും പ്രതീക്ഷകളും അതുപോലെ തന്നെ വികസന കാഴ്ചപ്പാടുകളും തമിഴ്നാടിന് നൽകാൻ വിജയ്ക്ക് സാധിക്കട്ടെ.